അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അനിമോള് അനീഷിനോട് എന്ന് പറയാണ്, എനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നത്. ചേട്ടാ എനിക്കൊന്ന് സംസാരിക്കണം. അപ്പോൾ അനീഷ് പറയുന്നത് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും അത് പിന്നെ സംസാരിക്കാനായിട്ട് വരുന്നത്? എനിക്കതിൽ താല്പര്യം ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, ഞാൻ അനാറൊക്കെ കൊണ്ടു തന്ന്, അത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഇനിയും കൊണ്ടുതരും. ഈ ഒരു കാര്യം ഇവിടെ വെച്ച് നിർത്തിയേക്കാൻ പറയുന്നത്. അത് രാവിലെയും അനീഷ് പല പ്രാവശ്യം അനിമോള് സംസാരിക്കാൻ ചെന്നപ്പം താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ്. കാരണം അനീഷിന് മനസ്സിലായി അനിമോൾക്ക് അനീഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. പിന്നെ വീണ്ടും വീണ്ടും അനീഷിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് ചെന്ന് പറയുന്നത് എന്തിനാ? അനീഷിനത് മനസ്സിലായെന്ന് അനിമോൾക്കും അറിയാം. പിന്നെ എന്ത് പറഞ്ഞ് അയാളോട് സംസാരിക്കാനാണ്? അപ്പോൾ അതിൽ നിന്ന് ഒഴിമാറിഞ്ഞു അല്ലേ ചെയ്യേണ്ട. അപ്പോൾ അനീഷിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അനീഷ് ഡയറക്റ്റ് ചെന്ന് ചോദിച്ച് കല്യാണം കഴിക്കാം എന്ന് പറയുന്നത്. അപ്പം തന്നെ പറയേണ്ടതായിരുന്നു, അയ്യോ എനിക്ക് ഒരാങ്ങളയെ പോലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രശ്നം. അപ്പോഴും ചിരിച്ച് നിന്ന്. പിന്നെ അതുമല്ല, അനീഷിനെ വെറും ഒരു കോമാളിയാക്കുമായിരുന്നു. ഷാനവാസ് കളിയാക്കുമ്പോഴും ഷാനവാസിൻ്റെ ഒപ്പം അനിമോള് നിന്നിട്ട് എൻ്റെ ഏട്ടനാണ് അങ്ങനെയാന്ന് പറയലും ജയിലിൽ അത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. തീപ്പെട്ടിക്കൊള്ളി വെച്ച് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തപ്പം അതിൽ കുഞ്ഞുങ്ങളുടെ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ എൻ്റെ അനീഷ് ഏട്ടന് ഞാൻ ഇത് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ഷാനവാസിൻ്റെ മുമ്പിൽ തമാശയാണെങ്കിൽ പുള്ളി അത് സീരിയസ് ആയിട്ട് എടുത്ത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ് വീണ്ടും പുള്ളിയെടുത്ത് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് അതൊരു ന്യായമല്ലല്ലോ. പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അനിമോൾക്കത് ഇഷ്ടമല്ല എന്നാൽ ചാപ്റ്റർ പുള്ളി അവിടെ വെച്ച് ക്ലോസ് ചെയ്ത്. വീണ്ടും അനിമോള് പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ബാക്കി അപ്ഡേറ്റുമായിട്ട്